നമസ്കാരം സർ. രാഹുൽ ഗാന്ധിയുടെ നമസ്തേ. ഇരട്ട പൗരത്വം സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് സർ ഇതിലെ വാസ്തവം? രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിക്കു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2 പതിറ്റാണ്ടായിട്ട് പലപ്പോഴും പലയിടത്തു നിന്നും മുഴങ്ങി കേൾക്കുന്നതാണ്. എന്തായാലും അതിനൊരു അന്തിമ തീരുമാനം അലഹബാദ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയ ഈ പിന്നെ നിർദ്ദേശത്തോടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കർണാടക സ്വദേശിയായിട്ടുള്ള വിഘ്നേഷ് എന്ന ഒരു വ്യക്തി സമർപ്പിച്ച ഹർജി, അതായത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിലാണ് ലക്നൗ ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയത്. 4 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം എന്നാണ് ലക്നൗ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ശരിക്കും അലഹബാദ് ഹൈക്കോടതിയുടെ ഈ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സമാന്തരമായി ഡൽഹി ഹൈക്കോടതിയിലും ഇങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട്. അത് BJP നേതാവും MP-യുമായ സുബ്രഹ്മണ്യം സ്വാമി കൊടുത്ത ഒരു ഹർജിയിലാണ്. അപ്പം ഇനിയിപ്പോ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണ്. അവരാണ് ഇതിനകത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതിനാൽ ഇതിന്റെ മെറിറ്റോ ഡിമെറിറ്റോ ഒന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഞാനിവിടെ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ അതായത് മാധ്യമങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഉയരുന്ന ലാർജർ ക്വസ്റ്റ്യൻസ്, വിശാലമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നു. എന്താണ് ഈ കേസിലെ ഹർജിക്കാർക്ക് പറയാനുള്ളത്? ഇതൊക്കെ നമുക്ക് ഇവിടെ പറയാം. അപ്പൊ ഞാനായിട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ലെന്ന്, അത് സബ്ജുഡീസ് ആകുമെന്നാണ് നിയമം. അതുകൊണ്ട് ഞാൻ അതിൽ മെറിറ്റിലൊന്നും അഭിപ്രായം പറയുന്നില്ല. അപ്പോ കർണാടകത്തിൽ നിന്നും സമർപ്പിക്കപ്പെട്ട ഈ ഹർജി വിഘ്നേഷ് പറയുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം, അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്നാണ് വിഘ്നേഷിന്റെ ഒരു ആരോപണം. ഈ ആരോപണം സംബന്ധിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരുമായി ചില കത്തിടപാടുകൾ നടത്തിയെന്നും ആ കത്തിടപാടുകൾക്ക് അദ്ദേഹത്തിന് ചില മറുപടികൾ ലഭിച്ചിട്ടുണ്ടെന്നും അത് രാഹുൽ ഗാന്ധിക്ക് എതിരാകുന്ന രീതിയിലേക്കാണെന്നും ആണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇതാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ വിശദാംശങ്ങൾ അദ്ദേഹം കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഇമെയിലുകൾ എന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ അദ്ദേഹം പറയുന്നത് ഒരു ബ്രിട്ടനിൽ ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനിയുടെ ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ രാഹുൽ ഗാന്ധിയുടെ പേര് ബ്രിട്ടീഷ് പൗരൻ എന്നുള്ള നിലയിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ആരോപണം. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവരേതാണ്ട് പിന്നെ അതിനെ അങ്ങ് തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ പ്രിയങ്ക ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലാണ് ജനിച്ചതെന്നും ജീവിച്ചതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം, പിന്നെ എന്താണ് ഇങ്ങനെ പൗരത്വ വിഷയത്തിലുള്ള ഒരു സംശയം എന്നാണ്. പക്ഷെ അതൊരു തൃപ്തികരമായ വിശദീകരണമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നില്ല. അതിന്റെ കാരണം, ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ വളർന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കാം. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ ജീവിച്ച എത്രയോ വ്യക്തികൾ വിദേശ പൗരത്വം സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 9 ആർട്ടിക്കിൾ 9 പ്രകാരം ഡുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നില്ല. അപ്പോ ഡുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഒരു വ്യക്തിക്കും 2 രാജ്യങ്ങളിലെ പൗരത്വത്തിന്റെ ഗുണം ഒരേ സമയം അനുഭവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ചുമതലകളുള്ള ഒരു വ്യക്തിയോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലതരം ലംഘനങ്ങളാവും, നിയമലംഘനങ്ങൾ തന്നെയാകും. ഇങ്ങനെ ഉള്ള വളരെ സീരിയസ് ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ആണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പിന്നെ കേന്ദ്ര സർക്കാർ ഇതിനിടയ്ക്ക് മറ്റൊരു വിശദീകരണം നൽകി. കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, രേഖാമൂലം ചോദിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കുന്നില്ല. അദ്ദേഹം അതിനെയൊക്കെ അവഗണിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്.
അപ്പോൾ എന്തായാലും ഇപ്പോ അലഹബാദ് ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് അവിടെ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരും. എന്തായിരിക്കും അവരുടെ വിശദീകരണം? കോടതി എന്തായിരിക്കും ഭാവിയിൽ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്? അതൊക്കെ നമുക്ക് വഴിയേ അറിയാം. പക്ഷെ ഇതിനൊപ്പം തന്നെ വേറെ ചില വലിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലാ വർഷവും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ വിട്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്രയാകും. ഏറ്റവും ഒടുവില് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആഘോഷമായ ഹോളി നടന്നപ്പോൾ രാഹുൽ ഗാന്ധി പെട്ടെന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹം തായ്ലൻഡിലേക്കോ വിയറ്റ്നാമിലേക്ക് പോയി എന്നൊക്കെ ആണ് വാർത്തകൾ. ശരിക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യമുള്ളിടത്ത് പോകാം, ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമുക്ക് വ്യക്തിപരമായ നമ്മുടെ ജീവിതം, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതൊക്കെ മറ്റൊരാളിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ വെറും ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പബ്ലിക് ഇൻഡിവിജ്വലാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം വളരെ സുപ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ തസ്തികയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഏത് ചലനങ്ങളും അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തും. ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായ മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യവും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും രണ്ടും കൂടി ഒരു സമതുലിതമായ ഒരവസ്ഥയാണ്. ഇപ്പോ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യേണ്ട ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്ക് നടപടി എടുക്കാൻ സാധിക്കും. പക്ഷെ എന്റെ ജോലി സമയത്തിന് ശേഷം ഞാൻ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ എന്റെ ജോലി തന്ന വ്യക്തിക്കും എന്റെ ബോസിനും അവകാശമില്ല. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ചുമതല വഹിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം എവിടേക്കാണ് പോകുന്നതെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്തത്? അതിന് ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തരുണത്തിൽ ഞാൻ ആലോചിക്കുന്നത്, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അമിതാഭ് ബച്ചന്റെ കുടുംബം അവർ സുഹൃത്തുക്കളാണ്. രാജീവ് ഗാന്ധി അമിതാഭ് ബച്ചനും ഒക്കെ ഒരുമിച്ച് ഡൂൺ സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയത്തിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ആ കാലഘട്ടത്തിൽ അവരൊരു സ്വകാര്യ സന്ദർശനത്തിനായിട്ട് ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിൽ പോയപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പോയിട്ട് ചിലര് കടൽ നീന്തി അവിടെയൊക്കെ ഒളിച്ചിരുന്ന് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹം സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് നീന്തുന്ന ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരുപാട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്, ഇപ്പോഴത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു, അവരാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോ അന്നും ഇതുപോലെ സ്വകാര്യത എന്നുള്ളൊരു വിഷയം ഉണ്ടായി. പക്ഷേ ഈ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളോ വഹിക്കുന്നവര് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടും. ഇപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിൽ പോലും ഇതെല്ലാം വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന പ്രവൃത്തികൾ, രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ ഇത്രയധികം സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി കഴിഞ്ഞാൽ കോൺഗ്രസിന് തന്നെ ബാധ്യതയാവും. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ പല വിഷയങ്ങളിലും പറ്റുന്നില്ല. അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതില് കേന്ദ്ര സർക്കാരും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ നോവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കണം എന്നൊരു നിർബന്ധം BJPക്കാർക്കുണ്ട്. നല്ല മിടുക്കനായ ഒരാള് പ്രതിപക്ഷ നേതാവ് ആയി കഴിഞ്ഞാൽ BJPക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണം അവർ തൽക്കാലം രാഹുൽ ഗാന്ധി തന്നെ മതി എന്നുള്ള ഒരു നിലപാടാണോ BJPയുടേതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിനെതിരെ വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവരുടെ ഒരു പരാതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തരത്തിൽ കോടതികളുടെ നിർദ്ദേശമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുകയും വ്യക്തമായ മറുപടി കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും ഈ വിഷയം വലിയ തോതിൽ മാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയ ആകട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലാകെ വലിയ ചർച്ചാ വിഷയമാകും. അപ്പോൾ പുതിയ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വരാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.